നിങ്ങൾക്കിപ്പോൾ ഉള്ളൊരു വീട് മാറണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2 BHK താമസിക്കുന്നത്, നിങ്ങളൊരു വീട് മാറാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കുറേ വീട് നോക്കും അല്ലേ? അപ്പോൾ ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള വീട്ടിലേക്കായിരിക്കും നിങ്ങൾ മാറുക. നല്ല ഇതിനേക്കാളും ചിലപ്പോൾ 3 BHK മാറും, ഇതിനേക്കാളും സൗകര്യങ്ങളുണ്ടെന്ന് നോക്കും. അപ്പോൾ അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് കിട്ടി, സെർട്ടൻ ആയിട്ടുള്ളൊരു കാര്യം നടന്നു, നിങ്ങൾ മാറുകയാണ്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങളിപ്പോൾ നിൽക്കുന്ന വീടിന് തീ പിടിച്ചു, അത് കത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോയി 3 BHK ഉണ്ടോ നോക്കുമോ? ഇല്ല. നിങ്ങൾ ഓടും അല്ലേ? ഓടി കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഇരുട്ടിലായിരിക്കും. ഓടി കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈറ്റ് മുമ്പിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ അവിടുന്ന് ജീവിതം തുടങ്ങും. അതാണ് ലൈഫ്, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലൈറ്റ് ഇല്ലയെന്ന് വിചാരിച്ച് ജീവിക്കാണ്ടിരിക്കരുത്, ലൈറ്റ് ഇല്ലയെന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. ഓൾവേസ് റിമെമ്പർ ദിസ്. പല ആൾക്കാരും മാർക്കറ്റ് ഇന്ന് മുകളിലോട്ടേക്ക് പോവോ, ഇന്ന് താഴോട്ടേക്ക് പോവോ, മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് കയറി, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, മാർക്കറ്റ് കുറച്ച് താഴോട്ട് ഇറങ്ങട്ടെ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റിനെ പ്രവചിക്കാനിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ സെർട്ടനിറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ അൺസെർട്ടനിറ്റി ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് മുമ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അതാ പറഞ്ഞത്, നമ്മുടെ ലൈഫിലും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ജനുവരി 2020 മാർക്കറ്റിലുള്ളത്, ഒരു പാൻഡമിക് വരുന്നു, മാർക്കറ്റ് 38% ഇടിയുന്നു. അപ്പോൾ ആ ഇടിയുന്നതിന് മുന്നേ ഒരാൾ പറയാണ് ഇപ്പോൾ വിറ്റോ, മാർക്കറ്റ് ഇടിയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് വിൽക്കുന്നു. അപ്പോൾ വിറ്റ് കഴിഞ്ഞ് മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങളിങ്ങനെ സന്തോഷിക്കണം, കൊള്ളാം, അടിപൊളി. അപ്പോൾ അത് നിങ്ങളുടെ ശരിയായിരുന്നു, ആ സമയത്ത് വിൽക്കുമ്പോൾ അത് ശരിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത ശരി എന്തായി? തെറ്റായി. അപ്പോൾ നിങ്ങളിവിടെ ദുഃഖിക്കും, അയ്യോ ഞാൻ വിറ്റ് കളഞ്ഞല്ലോ, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നല്ലോ അല്ലേ? ചിലപ്പോൾ ഈ പ്രവചനങ്ങളുടെ പുറകെ പോവാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പലരുടെയും ട്വീറ്റ് കണ്ടാണ് പല ഡിസിഷൻസ് എടുക്കുന്നത്, പലരുടെയും ഫേസ്ബുക്കിലുള്ള പോസ്റ്റ് കണ്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പം അവിടെയൊക്കെ നമ്മളുടെ മനസ്സ് ഒരു സെർട്ടനിറ്റി കാണാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സെർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങൾ പലരും പറയുന്ന സമയത്ത് അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ താരിഫിൻ്റെ ഇഷ്യൂസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? ഈ വാർത്തകൾക്കൊക്കെ കുറച്ച് സമയം കൊടുക്കണം, അതങ്ങോട്ട് വികസിക്കട്ടെ, അതിൽ നിന്ന് വ്യക്തത വരട്ടെ. ഇനി ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നോട്ടെ, യുദ്ധങ്ങൾ വന്നോട്ടെ, പാൻഡമിക് വന്നോട്ടെ, സ്കാംസ് വന്നോട്ടെ, നമ്മൾ നോക്കേണ്ടത് ഡാറ്റയാണ്. സെൻസെക്സിൻ്റെ ഡാറ്റ എടുത്ത് നോക്കൂ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു. ഇതിങ്ങനെ മുകളിലോട്ടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുകളിലോട്ടേക്ക് പോയാലും ഡാറ്റ എടുക്കുകയാണെങ്കിൽ സെൻസെക്സ് 12% വളർച്ചയാണ് തരുന്നത്. പക്ഷേ എല്ലാ വർഷവും 12% വളർച്ച ശരാശരി തന്നാലും ഓരോ വർഷവും 10 to 20% താഴോട്ടേക്കും പോകുന്നുണ്ട്. അത് മാർക്കറ്റ് ശ്വാസം എടുക്കുന്ന പോലെയാണ്. അപ്പം പ്രശ്നം എന്താണ്? ഇടിവല്ല. ഇടിവ് എന്തായാലും വരും. ആ ഇടിവിനോടുള്ള നമ്മളുടെ പ്രതികരണമാണ് ഇമ്പോർട്ടൻറ്റ്.